ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്രട്ടറി അസിസ്റ്റന്റിന്റെ സ്ട്രാറ്റജി. നമ്മളൊരു സ്ട്രാറ്റജി വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതല്ലാതെ അതിന്റെ പാർട്ട് 2, കാരണം മെയിൻസിന്റെ സിലബസ് വന്നല്ലോ, നമ്മളൊരു ടൈം ടേബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ടൈം ടേബിളിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ എന്റെ പേര് കിരൺ. അപ്പൊ നമുക്ക് ആ കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ടൈം ടേബിൾ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഒന്നാമത്തെ ദിവസം നമ്മൾ പ്രിലിംസിന് പഠിക്കുന്നു. രണ്ടാമത്തെ ദിവസം നമ്മൾ മെയിൻസിന് പഠിക്കുന്നു. മൂന്നാമത്തെ ദിവസം നമ്മൾ പ്രിലിംസിനും മെയിൻസിനും ചേർന്ന് പഠിക്കുന്നു. എല്ലാ സൺഡേസിലും നമ്മൾ കറണ്ട് അഫയർ പഠിക്കുന്നു. റിലേറ്റഡ് ടു, അത് ഞാൻ അവിടെ എഴുതാം, റിലേറ്റഡ് ടു സിലബസ്. സിലബസുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയർ മാത്രം എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. ഓക്കെ, ഈ പ്രിലിംസിനുള്ള സിലബസ് എടുത്ത് പഠിക്കാൻ നമ്മൾ ചെയ്യുന്നത് അല്ല, ടോപ്പിക്സ്. അപ്പൊ എന്തൊക്കെ ടോപ്പിക്സ് പഠിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ടൈം ടേബിൾ എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഒരുപാട് സമയം മിച്ചം ഉണ്ടാവും, ഒരുപാട് മാർക്ക് കിട്ടും, ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും. ഇതാണ് സ്മാർട്ട് സ്റ്റഡി, ഇതാണ് നമ്മുടെ KPSM മെത്തേഡ്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? കറക്റ്റ്. ഇപ്പൊ നമ്മുടെ കറന്റ് സിറ്റുവേഷൻ എന്താണ്? കറക്റ്റ്, നമുക്ക് പ്രിലിംസിന് കൺഫേം ആയിട്ട് 17 മാർക്ക് ഉണ്ട്, മെയിൻസിന് കൺഫേം ആയിട്ട് 13 മാർക്ക് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ നമ്മുടെ അടുത്ത് മെയിൻസിന്റെ കൃത്യമായിട്ടുള്ള ഒരു സിലബസ് അവർ തന്നിട്ടുണ്ട്. ഫൈൻ. അതില് പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഒന്ന് സയൻസ്. സയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഇത് മൂന്നൊന്നും ചേർത്ത് നമുക്ക് 21 മാർക്ക് അവിടെ ഉണ്ട്. കേരള മോഡൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം അവിടെ ഉണ്ട്. മെയിൻസിലെ പേപ്പർ 2-ലുണ്ട്. മൊഡ്യൂൾ 3 കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. ഓക്കെ, ഇതാണ് കേരള മോഡൽ ഡെവലപ്മെന്റ്. മൊഡ്യൂൾ 6 ആണ്. 15 മാർക്കാണ് ഈ ഭാഗത്തുനിന്നുള്ളത്. ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ ആണ്. ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രിലിംസിന് വേണ്ടി പഠിക്കാനുണ്ട്. പക്ഷേ പ്രിലിംസിന്റെ സിലബസും മെയിൻസിന്റെ സിലബസും ഒന്ന് നോക്കിയേ. ഓക്കെ അല്ലേ? ഇതിൽ വേറെ മൊഡ്യൂൾ കൂടിയാണ്, ഞാൻ എടുത്തിട്ടില്ല. ഒന്ന് നോക്കിയേ. കോമൺ ആയതുകൊണ്ട്, പക്ഷെ എന്തുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കാനുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ടൈം ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ പറഞ്ഞതുപോലെ ഈ 3 സബ്ജക്റ്റ് അല്ലാതെ, ഈ 3 സബ്ജക്റ്റ് അല്ലാതെ വേറെ ഏതെങ്കിലും കാര്യം നിങ്ങൾ മെയിൻസിന് വേണ്ടി എക്സ്ട്രാ ആയിട്ട് പ്രിലിംസിന് മുമ്പ് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രിലിംസ് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ പോകാൻ വേണ്ടിയുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരുപാട് പേര് പറയും, ഇതും കടന്നവനാണ് KK ജോസഫ്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഫിലിംസ് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷമായി ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ഫിലിംസ് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഞാൻ പഴയ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളാണ്, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഞ്ചായത്ത് സെക്രട്ടറിയുടെ മെയിൻസ് എഴുതിയ ആളാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് പേര് അതിലുണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ള കാര്യം, ഓക്കെ, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്? പ്രിലിംസ് എന്ന് പറയുന്നത് ഒരു 3 സ്റ്റേജിലാണ് കോമൺ ആയിട്ട് നമ്മൾ കണ്ടിരിക്കുന്നത്. ആ 3 സ്റ്റേജിലെ എല്ലാ സ്റ്റേജും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പ്രിലിംസ് പരാജയപ്പെടാൻ വേണ്ടിയിട്ട് താഴെ പറയുന്ന ഏതെങ്കിലും ഒരു റീസൺ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ അവർ ക്യാൻസൽ ചെയ്തു. കഴിഞ്ഞ പ്രിലിംസ് കണ്ടാണല്ലോ, 8 എണ്ണം 16 എണ്ണം ഒക്കെ അവരെന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. നോർമലൈസേഷൻ മെത്തേഡ് എന്താണെന്നുള്ളത് PSCക്കും ദൈവത്തിനും മാത്രം അറിയൂ. നമുക്ക് എന്തെങ്കിലും ഐഡിയ വന്നിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻ, നമ്മൾ കറക്റ്റ് ആണെന്ന് പറഞ്ഞ ക്വസ്റ്റ്യനും കറക്റ്റ് ആണ്, അത് PSC ക്യാൻസൽ ചെയ്ത് നമ്മുടെ മാർക്ക് പോയി. പിന്നെ നോർമലൈസേഷൻ വിചാരിച്ചിരിക്കണ്ടേ? അതെ. ഓക്കെ, സ്റ്റേജ് 1 സ്റ്റേജ് 3 ഫാക്ട് ബേസ്ഡ് ആയിരിക്കും GK വരിക. ഒന്നെങ്കിൽ സ്റ്റേജ് 1, ഒന്നെങ്കിൽ സ്റ്റേജ് 3. സാധാരണഗതിയിൽ സ്റ്റേജ് 3 കണ്ടിരിക്കുന്നത്, പക്ഷെ കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് സ്റ്റേജ് 1 കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സ്റ്റേജ് 1 സ്റ്റേജ് 3 എന്താണ്, ഒരു ഫാക്ട് ബേസ്ഡ് ആയിട്ടായിരിക്കും വരിക. ഡിഗ്രിക്ക് പഠിക്കുന്ന ഏകദേശം, അതായത് ടോപ്പേഴ്സ് ആവാൻ വേണ്ടി പഠിക്കുന്ന എല്ലാവരും നല്ല ഡീറ്റെയിൽഡ് ആയിട്ടാണ് പഠിക്കുക. അപ്പൊ കുറെ ഫാക്ട് അവർക്ക് കയ്യിൽ നിൽക്കില്ല. അപ്പൊ ചില ആളുകൾക്ക് ആ ഫാക്ട് വരുന്ന സമയത്ത് ഓർമ്മ വരാതിരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ അതൊരു ഇഷ്യൂ ആണ്. കറക്റ്റ്. ഈ സെക്കൻഡ് സ്റ്റേജ് ആണെങ്കിൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളവും GK പോർഷൻസും എന്തായിരിക്കും, കമ്പാരിറ്റീവ്ലി ടഫ് ആയിരിക്കും. സെക്കൻഡ് സ്റ്റേജിൽ വരുന്നവരാണ് കുറെ പുറത്തായതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വന്നാലോ, PSC ക്യാൻസൽ ചെയ്താലോ, അപ്പൊ അതൊക്കെ നമുക്ക് നോക്കണ്ടേ ആണ്. അപ്പൊ നമ്മളൊരു ബാലൻസ് സ്ട്രാറ്റജിയാണ് കൊണ്ടുപോകേണ്ടിയുള്ളത്. ഇപ്പൊ നമ്മുടെ മെയിൻസിന് പേപ്പർ 2-ല് എന്തുണ്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഡിസാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് സബ്ജക്ട് ഉണ്ട്. അതൊക്കെ കുറച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയി പഠിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ആ ഡീറ്റെയിൽഡ് ആയി പഠിക്കേണ്ട ആ സബ്ജക്റ്റിന് നമ്മൾ ഇപ്പൊ എടുത്തിട്ട് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പ്രിലിംസും മെയിൻസും നമ്മൾ ഉദ്ദേശിച്ച പോലെ വരണമെന്നില്ല.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിലിംസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഏകദേശം ഒരു 2-2.5 മാസമാണ് മെയിൻസിന് ഉണ്ടാവുക. ഈ സമയത്തിനുള്ളിൽ ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, എൻറ്റയർ സബ്ജക്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നു. ആ ടൈം ടേബിള് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നുണ്ടാവും. പ്രിലിംസ് ക്ലിയർ ചെയ്യുക എന്നത് മാത്രമല്ല, മെയിൻസിന് പോകുന്ന സമയത്ത് ഒരു മിനിമം 100 മാർക്ക് ആരുടെ കയ്യിലുണ്ടാവും, നിങ്ങളുടെ കയ്യിലുണ്ടാവും. എത്രയില മാർക്കുള്ളത്? 200ൽ പകുതി മാർക്ക്. ഓക്കെ, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന മാർക്ക് എന്ന് പറയുന്നത് 140 ആണ്. എന്തുകൊണ്ടാണ് 140 നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രധാനപ്പെട്ട റീസൺ കഴിഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറിയുടെ മെയിൻസ് എക്സാം ആണ്. ഓക്കെ, അപ്പൊ അതില് പേപ്പർ 1 കമ്പാരിറ്റീവ്ലി ഒരു ഈസി ആയിട്ടുള്ള പേപ്പർ ആയിരുന്നു. പേപ്പർ 2 എന്ന് പറയുന്നതിൽ ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. ഒരുപാട് അനാലിസിസ് ചെയ്തവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതെല്ലാം കൂടി നോക്കുമ്പോഴും 120ക്ക് മുകളിൽ കിട്ടിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. നമ്പർ ഓഫ് വേക്കൻസീസ് കുറവാണ്. ആ സിലബസിനെ കമ്പയർ ചെയ്യുമ്പോൾ, പഞ്ചായത്ത് സെക്രട്ടറി സിലബസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയുള്ള, അതായത് സെക്രട്ടറി ഹസ്റ്റുള്ള സിലബസ് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. സെക്രട്ടറി സിലബസ് എളുപ്പമാണെന്നല്ല ഞാൻ പറഞ്ഞത്, രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ പേര് മാർക്ക് സ്കോർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദാറ്റ് മീൻസ് കട്ട് ഓഫ് എന്ന് പറഞ്ഞ് ഇൻക്രീസ് ചെയ്യും. കട്ട് ഓഫ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യലാണോ നമ്മുടെ ലക്ഷ്യം? അല്ല. ജോലി വാങ്ങാൻ എന്ത് വേണം? ടോപ്പിലെത്തണം. ഇത്രയും മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള മൊഡ്യൂൾ അല്ലാതെ വേറെ ഏതെങ്കിലും മൊഡ്യൂൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. എന്ത്? എസ്പെഷ്യലി ഏത്? പേപ്പർ 2 എന്ന്. അങ്ങനെ ആണെങ്കിൽ ഒന്നേ നിങ്ങളുടെ പ്രിലിംസ് കഴിയുന്ന മിസ്സാവും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, മെയിൻസിന് പോകുന്ന സമയത്ത് ആകെ ഒരു പ്രശ്നമായിരിക്കും ഉണ്ടാകുക. കറക്റ്റ്? ഓക്കെ, അങ്ങനെയുള്ള ഒരു ഇഷ്യൂ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, പ്രിലിംസ് എന്ന് പറയുന്ന ഒരു ക്വാളിഫയിങ് എക്സാം ആണ്. നമുക്ക് ക്വാളിഫൈ ചെയ്യേ വേണ്ടു എന്ന് വെച്ചിട്ട് മെയിൻസിനുള്ള സമയമില്ല. അപ്പൊ രണ്ടും കൂടി ബാലൻസ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കേണ്ടത്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ. അപ്പൊ ടൈം ടേബിളില് 3 വീക്ക് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോക്ക് താഴെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, അതായത് ഗ്രൂപ്പിൽ ഈ വീഡിയോ ലിങ്കിന് താഴെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വീക്ക് 4 ടൈം ടേബിൾ ആയിരിക്കും. ഇത് നമ്മുടെ ടെലഗ്രാം ചാനലിലാണ് കൊടുക്കുക. @കിരൺ സ്റ്റഡി സർക്കിൾ എന്നാണ് ടെലഗ്രാം ചാനൽ. അപ്പൊ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും, സാർ ഇവിടെ എന്താണ് ഇത് കേരള മോഡൽ എവിടെന്നാ പഠിക്കേണ്ടത്, കോൺസ്റ്റിറ്റ്യൂഷൻ സ്ട്രക്ചർ എങ്ങനെയാ പഠിക്കേണ്ടത്, എല്ലാ ടോപ്പിക്കും പഠിക്കണോ? വേണ്ട, ഓക്കെ അല്ലേ? സെക്രട്ടറി അസിസ്റ്റന്റ് മൊത്തമായിട്ട് ഒരു സ്ട്രാറ്റജി ചെയ്യാവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഡൗട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ വരുന്ന വീഡിയോസിൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ടേബിൾ താഴെ കൊടുത്തിട്ടുണ്ട്, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഫില്ലപ്പ് ചെയ്യുക. ഓക്കെ, ഓൾറെഡി നമ്മൾ സയൻസിനുള്ള 21 മാർക്കും കേരള മോഡൽ ഡെവലപ്മെന്റ് 15 മാർക്കും കോൺസ്റ്റിറ്റ്യൂഷൻ സ്ട്രക്ചറിന്റെ 12 മാർക്കും എന്ത് ചെയ്യുന്നുണ്ട്, കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? രണ്ടാണല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് എപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കാം. ഓക്കെ, സോ വൺസ് അഗെയിൻ നന്നായി പഠിക്കുക. താങ്ക് യു. എല്ലാവരും എന്ത് ചെയ്യട്ടെ, സെക്കൻഡ് ടെസ്റ്റിന് ക്ലിയർ ചെയ്യട്ടെ, ടോപ്പ് ആവട്ടെ. ഓക്കെ, അപ്പോൾ ഇതേപോലെ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.